അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം. വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ തജ്വീദ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് വേർതിരിക്കാം എന്നാണ്. 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തത് അൽ ഹുറൂഫു ഷംസിയ, ഷംസിയായ അക്ഷരങ്ങൾ. അതേപോലെ രണ്ടാമത്തത് അൽ ഹുറൂഫുൽ ഖമരിയ, ഖമരിയായ അക്ഷരങ്ങൾ. ഷംസിയായ അക്ഷരങ്ങളും ഖമരിയായ അക്ഷരങ്ങളും വേർതിരിക്കാനാണ്. ഏതൊക്കെ അക്ഷരങ്ങളാണ് വേർതിരിക്കേണ്ടത് എന്ന് മുകളിലിവിടെ ബ്രാക്കറ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അക്ഷരങ്ങളാണ് വേർതിരിക്കേണ്ടത്. ഇതിൽ ഷംസിയായ അക്ഷരങ്ങൾ ഇവിടേക്കും ഖമരിയായ അക്ഷരങ്ങൾ ഇവിടേക്ക് കൊടുത്തെഴുതാനാണ്. നമ്മൾ അവസാനത്തെ 2 പാഠങ്ങളിലാണ് ഇത് പഠിച്ചിട്ടുള്ളത്. 14ാമത്തെ പാഠത്തിൽ ഖമരിയായ അക്ഷരങ്ങളും 15ാമത്തെ പാഠത്തിൽ ഷംസിയായ അക്ഷരങ്ങളും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയാൽ എങ്ങനെ വേർതിരിക്കാം, ഏതൊക്കെ അക്ഷരങ്ങൾ എന്നൊക്കെ മനസ്സിലാകും. നമുക്കിവിടെ ഒന്നാമത്തെ അക്ഷരം കാഫാണ്. കാഫ് ഖമരിയായ അക്ഷരത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അത് അവിടേക്ക് എഴുതാം. പിന്നെ രണ്ടാമത്തേത് നൂനാണ്. നൂന് ഷംസിയായ അക്ഷരങ്ങൾപ്പെട്ടതാണ്. പിന്നെ വാവ് ഖമരിയായ അക്ഷരമാണ്. പിന്നെ ലാ അതേപോലെ ഷംസിയായ അക്ഷരമാണ്. പിന്നെ ഖാഫ് ഖമരിയാണ്. യാ ആണ് പിന്നെ അടുത്തത്. യാവും ഖമരിയാണ്. പിന്നെ സായ് ഷംസിയായ അക്ഷരങ്ങൾപ്പെട്ടതാണ്. പിന്നെ സീനും ഷംസിയായ അക്ഷരങ്ങൾപ്പെട്ടതാണ്. പിന്നെ ബാ ഖമരിയായ അക്ഷരങ്ങൾപ്പെട്ടതാണ്. പിന്നെ ദാല് ഷംസിയായ അക്ഷരങ്ങൾപ്പെട്ടതാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് വേർതിരിക്കേണ്ടത്. ഇവിടെ രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ. യോജിച്ചവ ചേർക്കാം. 5 ചോദ്യമാണുള്ളത്. ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യവും ഉത്തരങ്ങളൊക്കെ വായിച്ചു നോക്കി ഓരോന്നിനോടും യോജിക്കുന്നത് അവിടേക്ക് എടുത്തതാണ് വേണ്ടത്. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്ത ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. സൂറത്ത് യൂനുസിൽ തഫ്ഖീമാക്കുന്നു, തർക്കീക്കാക്കുന്നു, മുൻഫസിലിൽ ഉൾപ്പെടുന്നു, വ്യത്യാസമില്ല. ഇതൊക്കെയാണ്. ഇനി ചോദ്യങ്ങൾ നോക്കാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, ജലാലത്തിൻ്റെ ലാമിൻ്റെ മുമ്പുള്ള ഹർക്കത്ത് കസറാണെങ്കിൽ ലാമിനെ എന്താണ് ചെയ്യേണ്ടത്? ജലാലത്തിൻ്റെ ലാം പറഞ്ഞാൽ അള്ളാഹ് എന്നുള്ള പദത്തിലെ ലാമാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മുമ്പുള്ള ഹർക്കത്ത്, അതിൻ്റെ മുമ്പത്തെ അക്ഷരത്തിന് അതിൻ്റെ ഹർക്കത്ത് കസറാണെങ്കിൽ എന്താണ് അതിനെ ചെയ്യാം? നമ്മൾ 13ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ആൻസർ. തർക്കീക്കാക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? ജലാലത്തിൻ്റെ ലാമിൻ്റെ മുമ്പുള്ള ഹർക്കത്ത് ഫത്തുഹോ ലമ്മോ ആണെങ്കിൽ ലാമിനെ എന്താ ചെയ്യേണ്ടത്? എന്താ അതിൻ്റെ ആൻസർ? ആ പാഠത്തിൽ തന്നെ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. തഫ്ഖീമാക്കുന്നു. അതാണ് എൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? ലാസിം കലിമിയ്യ് മുഖഫഫായ മദ് 2 തവണ വന്നിട്ടുണ്ട്. ലാസിം കലിമിയ്യ് മുഖഫഫായ മദ്, അത് ഇതാണ്. നമ്മൾ ആനാന്ന് പഠിച്ചല്ലോ, ഇതാണ് ആ സാധനം. അത് 2 തവണ വന്നിട്ടുണ്ട്. എവിടെ? അത് നമ്മൾ പിന്നെ 8ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ആൻസർ. ആദ്യത്തെ ഓപ്ഷനാണ്. ഇവിടെ വന്നിട്ടുള്ളത് സൂറത്ത് യൂനുസിലാണ് 2 തവണ വന്നിട്ടുള്ളത്. 4ാമത്തെ ചോദ്യം, ലാസിമായ മദ് 4 പേരിലുണ്ടെങ്കിലും നീട്ടുന്നതിൽ. ലാസിമായ മദ് 4 പേരിലുണ്ട്, പക്ഷേ എങ്കിലും നീട്ടുന്നതിൽ. അതേ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഉത്തരം. ഇതാണ് വ്യത്യാസമില്ല എന്നാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യം നോക്കൂ. 5ാമത്തത്, നീട്ടേണ്ടി വരുന്ന ലൊമീറിൻ്റെ ഹാഇന് ശേഷം ഹംസ വന്നാൽ. നീട്ടേണ്ടി വരുന്ന ലൊമീറിൻ്റെ ഹാഇന് ശേഷം ഹംസ വന്നാൽ അതെന്ത് ചെയ്യും? നമ്മുടെ 7ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അത് ഏതിലാണ് പെടുക? മുൻഫസിലിൽ ഉൾപ്പെടുന്നു. മുൻഫസിലായ മദ്ദായിട്ടാണ് അത് കൂട്ടുക. അപ്പോൾ മുൻഫസിലിൽ ഉൾപ്പെടുന്നു എന്നെഴുതാം. 3ാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം. 5 ചോദ്യങ്ങളാണുള്ളത്. അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം എന്താ?
ഷദ്ദുള്ള മീമും നൂനും ഉച്ചരിക്കുമ്പോൾ ഒരു അലിഫിൻ്റെ അളവ് മണിക്കൽ. ഷദ്ദുള്ള മീമും നൂനും ഉച്ചരിക്കുമ്പോൾ ഒരു അലിഫിൻ്റെ അളവ് മണിക്കൽ. അതിൻ്റെ ആൻസർ നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? നിർബന്ധമാണ്. മണിക്കൽ നിർബന്ധമാണ്. രണ്ടാമത്തെ ചോദ്യം എന്താ? സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ മറിച്ചു മണിച്ചു ഉച്ചരിക്കണം. ഇതിന് എന്താ പറയുക? സുക്കൂനുള്ള മീമിന് ശേഷം നമ്മൾ മീമിൻ്റെ 3 വിധികൾ പഠിച്ചിട്ടുണ്ട്. മീമിന് ശേഷം ബാ വന്നാലാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ബാ വന്നാൽ മീമിനെ മറിച്ചു മണിച്ചു ഉച്ചരിക്കണം. ഇതിനെന്താന്ന് പറയാം? ഇഖ്ഫാ എന്ന് പറയും. ഇഖ്ഫാ എന്ന് പറയും. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? ബറാഅത്ത് സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ ഹറാമും ഇടയിൽ. ബറാഅത്ത് സൂറത്ത് നമുക്കറിയാലോ, ആ സൂറത്തിൻ്റെ തൗബ സൂറത്താണ്. അതിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ ഹറാമാണ്. ഇടയിലോ? ഇടയിൽ കറാഹത്തുമാകുന്നു എന്നാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. കറാഹത്തുമാകുന്നു. ഇനി നാലാമത്തെ ചോദ്യം എന്താ? നിയമങ്ങൾ പാലിക്കാതെയുള്ള ഖുർആൻ പാരായണം. നിയമങ്ങൾ പാലിക്കാതെയുള്ള ഖുർആൻ പാരായണം, അത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. കുറ്റകരമാണ്. കുറ്റകരമാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ? യാ വാവ് തുടങ്ങിയ നീട്ടാനുള്ള അക്ഷരങ്ങളെ മുത്തമാസിലൈനി ആയാലും ഇദ്ഗാം. യാ വാവ് തുടങ്ങിയ നീട്ടാനുള്ള അക്ഷരങ്ങളെ മുത്തമാസിലൈനി ആയാലും ഇദ്ഗാം ചെയ്യുകയില്ല. ഇത് നമ്മൾ നാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം. 4 ചോദ്യങ്ങളാണ് ഉള്ളത്. ചോദ്യങ്ങൾ വായിച്ചു നോക്കി അതിൻ്റെ കൃത്യമായ ഉത്തരം എഴുതി കൊടുക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം, മദ് ലാസിം ഹർഫി മുസക്കലാവുന്നത് എപ്പോൾ? മദ് ലാസിം ഹർഫി മുസക്കലാവുന്നത് എപ്പോഴാണ്? അതിൻ്റെ ഉത്തരം 8ാമത്തെ പാഠത്തിലുണ്ട്. 8ാമത്തെ പാഠമാണല്ലോ ലാസിമായ മദ്ദുകളെ കുറിച്ച് പറയുന്നത്. അതിലുണ്ട്. എന്താണ്? ഹിജായിയായ ഹർഫിന് ശേഷം ഷദ്ദുള്ള അക്ഷരം വന്നാൽ, ഹിജായിയായ ഹർഫിന് ശേഷം ഷദ്ദുള്ള അക്ഷരം വന്നാൽ ആ മദ് ഹർഫി മുസക്കലാവും. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? മദ് ലാസിം ഹർഫി മുഖഫഫ് ആകുന്നത് എപ്പോൾ? മദ് ലാസിം ഹർഫി മുഖഫഫ് ആകുന്നത് എപ്പോൾ? അതേ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ്? ഹിജായിയായ ഹർഫിൽ സുക്കൂന് വന്നാൽ. ഹിജായിയായ ഹർഫിൽ സുക്കൂന് വരുമ്പോഴാണ് ആ മദ് ലാസിം ഹർഫി മുഖഫഫ് ആകുന്നത്. അപ്പോൾ അതും പാഠം 8 തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. അതൊക്കെയാണ് ഇവിടെ എഴുതാനുള്ളത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? ഫറഇയായ മദ് മുൻഫസിലാകുന്നത് എപ്പോൾ? ഫറഇയായ മദ് മുൻഫസിലാകുന്നത് എപ്പോഴാണ്? അത് നമ്മൾ 7ാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത്. 7ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഉത്തരം? ഒരു കലിമത്തിൻ്റെ അവസാനത്തിൽ മദ്ദിൻ്റെ ഹർഫും തൊട്ടു വന്ന കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസയും വന്നാൽ, ഒരു കലിമത്തിൻ്റെ അവസാനത്തിൽ മദ്ദിൻ്റെ ഹർഫും തൊട്ടു വന്ന കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസയും വന്നാൽ ആ മദ് എന്താകും? മുൻഫസിലാകും. ഇനി 4ാമത്തെ ചോദ്യം എന്താ? വാവ് യാ ലീനിൻ്റെ ഹർഫാകുന്നത് എങ്ങനെ? വാവും യാവും ലീനിൻ്റെ ഹർഫാകുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഉത്തരം നമ്മൾ 9ാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത്. 9ാമത്തെ പാഠത്തിൽ പഠിച്ചത് എന്താണ്? വാവിനും യാ ഇന്നും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് ഫത്തുഹുമാണെങ്കിൽ, വാവിനും യാ ഇന്നും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് ഫത്തുഹുമാണെങ്കിൽ ആ വാവും യാ എന്താവും? ലീനിൻ്റെ ഹർഫാകും. അതാണ് ഇവിടെ ആൻസറായിട്ട് വരും. ഇനി 5ാമത്തെ ആക്ടിവിറ്റി 2 വീതം എഴുതാം. 4 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഈ 2 ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനുണ്ട്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താ? ഒന്നാമത്തെ ചോദ്യം, റായിനെ തഫ്ഖീമാക്കേണ്ട സ്ഥലങ്ങൾ. റായിനെ തഫ്ഖീമാക്കേണ്ട സ്ഥലങ്ങൾ, റായിനെ തഫ്ഖീമും തർക്കീക്കും ആക്കേണ്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 11, 12 പാഠങ്ങളിലായിട്ടാണ് അത് പഠിച്ചിട്ടുള്ളത്. ഇവിടെ ആദ്യത്തെ ചോദ്യം റായിനെ തഫ്ഖീമാക്കേണ്ട സ്ഥലങ്ങളാണ്. അത് പേജ് നമ്പർ 22 തുറന്നു നോക്കിയാൽ അതിൻ്റെ ഉത്തരം കിട്ടും. 11ാമത്തെ പാഠമാണ്. 22ാമത്തെ പേജിൽ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. 5 സ്ഥലങ്ങളിലാണ്. അതിലേതു എഴുതാം? 1 റായിൻ്റെ ഹർക്കത്ത് ഫത്തുഹോ ലൊമ്മോ ആവുക. 2 റായിന് സുക്കൂനും റായിൻ്റെ മുമ്പുള്ള ഹർഫിന് ഫത്തുഹോ ലൊമ്മ ആവുക. 3 റായിന് സുക്കൂനും റായിൻ്റെ മുമ്പുള്ള ഹർഫിൻ്റെ കസർ ആരിലാവുക. 4 സുക്കൂനുള്ള റായിൻ്റെ മുമ്പ് കസർ അസ്ലിയായിരിക്കുക. അതേ കലിമത്തിൽ റായിൻ്റെ ശേഷമുള്ള ഹർഫ് ഇസ്തിലായിൽ പെട്ടതാവുക. 5 വഖഫ് ചെയ്തതിനാൽ റായിന് സുക്കൂൻ വരുമ്പോൾ
റാഇൻ്റെ മുമ്പ് യാ അല്ലാത്ത സാക്കിനായ ഹർഫും അതിൻ്റെ മുമ്പ് ഫത്ഹോ ലമ്മോ ഉള്ള ഹർഫുകളും ഉണ്ടാവുക. ഇങ്ങനെ 5 സ്ഥലങ്ങളാണ് നിങ്ങൾ എഴുതുമ്പോൾ ഏറ്റവും എളുപ്പം പഠിച്ചു വെക്കാനും അതേപോലെ എഴുതാനും സാധിക്കുന്ന രീതിയിൽ ഉള്ള ഉത്തരങ്ങൾ പഠിച്ചു വെക്കായിരിക്കും പരീക്ഷ എഴുതാനൊന്നും കൂടി നല്ലത്. ഇനി അപ്പോൾ ആ 2 എണ്ണമാണ് ഇവിടെ എഴുതേണ്ടത്. ഇത് പേജ് 22 തുറന്നു നോക്കിയാൽ കാണാം. പാഠം 11 ഈ ഉത്തരങ്ങൾ ഉള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. റാഇനെ തർക്കീക്കാക്കുന്ന സ്ഥലങ്ങൾ. റാഇനെ തർക്കീക്കാക്കുന്ന സ്ഥലങ്ങൾ അത് ഇതുപോലെ തന്നെ തൊട്ട് അപ്പുറത്തെ പാഠത്തിലാണ്, അഥവാ പാഠം 12 അതിൽ 25-ാമത്തെ പേജിൽ അത് ഇതേപോലെ തന്നെ നമ്പർ ഇട്ട് പറയുന്നുണ്ട്. 4 സ്ഥലങ്ങളിലാണ് റാഇനെ തർക്കീക്കാക്കുക. 1 റാഇൻ്റെ ഹർക്കത്ത് കസ്റാവുക. 2 റാഇൻ്റെ സുക്കൂനും റാഇൻ്റെ മുമ്പ് അസ്ലിയായ കസ്ർ വരികയും റാഇൻ്റെ ശേഷം ഇസ്തിലാഹിൻ്റെ അക്ഷരം വരാതിരിക്കുകയും ചെയ്യുക. 3 സുക്കൂനുള്ള റാഇൻ്റെ മുമ്പ് സുക്കൂനായ യാ വരിക. 4 സുക്കൂനുള്ള റാഇൻ്റെ മുമ്പ് യാ അല്ലാത്ത സുക്കൂനുള്ള അക്ഷരം വരികയും അതിൻ്റെയും മുമ്പ് കസ്റും വരിക. ഇങ്ങനെയാണ് 4 സ്ഥലങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പഠിക്കാനും അതേപോലെ കുറച്ച് എഴുതാനും ഉള്ളതായിരിക്കും പരീക്ഷയ്ക്കൊന്നും കൂടി സുഖമാവുക. അപ്പോൾ ഇത് പേജ് നമ്പർ 25-ലാണുള്ളത്. പാഠം 12-ലെ ഈ ആൻസർ തിരഞ്ഞെടുക്കി നമുക്ക് കാണാം. 3-ാമത്തെ ചോദ്യം. അസ്ലിയായ മദ്ദിന് ഉദാഹരണങ്ങൾ. അസ്ലിയായ മദ്ദിൻ്റെ ഉദാഹരണങ്ങൾ. നമ്മൾ കുറച്ച് ഉദാഹരണങ്ങൾ പിന്നെ 6-ാമത്തെ പാഠമാണ് ഈ മദ്ദുമായി ബന്ധപ്പെട്ട അസ്ലിയായ മദ്ദുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്നത്. അതിൽ അസ്ലിയായ മദ്ദിൻ്റെ ഉദാഹരണങ്ങൾ കുറച്ചെണ്ണം അവിടെ പറയുന്നുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഖാല, ഖീല, ഖൂലു, ഹാറൂൻ, മൂസ, റഹീമ എന്നിങ്ങനെ കുറേ ഉണ്ട്. ഖുർആനിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഏതും എഴുതാം. പുസ്തകത്തിലുള്ളതാണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഞാൻ ഇവിടെ ഉദാഹരണം 1 ഖാല, അതേപോലെ തന്നെ ഖീല, ഇതൊക്കെ എഴുതാം. ഇനി 4-ാമത്തെ ചോദ്യം. ഇദ്ഗാമുൽ മുത്തമാസിലൈനിയുടെ ഉദാഹരണങ്ങൾ. ഇദ്ഗാമുൽ മുത്തമാസിലൈനിയുടെ ഉദാഹരണങ്ങൾ അത് നമ്മൾ 4-ാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത്. 4-ാമത്തെ പാഠം അഥവാ പേജ് നമ്പർ 9 തുറന്നു നോക്കിയാൽ അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ കാണാം. ഇവിടെ 6 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇർലുരിബ്യാസാക്ക ഫമാ റബിഹത് തിജാറത്തുഹും ലം തസ്തത്തി അലൈഹി സുബ്ര വഖദ് ദഖലു ബല്ലാ യഖാഫൂൻ ഇന്നശ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ 2 ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 ഉദാഹരണങ്ങൾ എഴുതുക. ഇർലുരിബി അസാക്ക. മുത്തമാസിലൈനി എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ 2 അക്ഷരങ്ങൾ ആണല്ലോ ഇദ്ഗാം ചെയ്യുന്നത്. ഇതാ ഈ ബാവും അതേപോലെ ഇവിടെയുള്ള ബാവും കൂടി കൂട്ടിയിട്ടാണിത് വരിക. പിന്നെ വേറൊരു ഉദാഹരണം ഫമാ, ഏത് എഴുതാം. ഞാനിവിടെ 2-ാമത്തത് പുസ്തകത്തിൽ പറയുന്ന 2-ാമത്തത് എഴുതുന്നു. ഫമാ റബിഹത് തിജാറത്തുഹും എന്നാണ്. ഫമാ റബിഹത് തിജാറത്തുഹും. ഇതിൽ ഈ താവും അതേപോലെ ഈ താവും ഇത് 2ഉം കൂടിയാണ് ഇദ്ഗാം ചെയ്യുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു തആല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ, ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.